എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 11ാമത്തെ സർഗത്തിൽ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ലോമപാദൻ്റെ കൊട്ടാരത്തിലേക്ക് എങ്ങനെയാണ് ഋഷിശൃംഗൻ വന്നത്, മഴ പെയ്തത് എങ്ങനെയാണ്, അവിടെ ശാന്തയുമായിട്ട് വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി എങ്ങനെയാണ് ജീവിച്ചത് ഋഷിശൃംഗൻ എന്നുള്ളതൊക്കെയാണ്. എന്നിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു സനത്കുമാരൻ എന്നുള്ളതാണ് സുമന്ത്രര് ദശരഥനോട് പറയണത്. ഭാവി പറയുകയാണല്ലോ, അതായത് വരാൻ പോണ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് സനത്കുമാരൻ പറയണത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. ഭൂയയേവ ഹി രാജേന്ദ്ര ശൃണുമേ വചനം ഹിതം യഥാ സദേവ പ്രവര കഥയാമാസ ബുദ്ധിമാൻ. എന്നിട്ട് സുമന്ത്രര് പിന്നെയും പറയാണ്, അതാണ് ഭൂയ ഏവ ഹി രാജേന്ദ്ര ശൃണുമേ വചനം ഹിതം. ഹേ രാജേന്ദ്ര, ഭൂയ ഏവ, വീണ്ടും കുറച്ചും കൂടി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മേ ഹിതം വചനം ശൃണു, അങ്ങ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാലും. അതായത് ഈ ഒരു കഥ മാത്രമല്ല, അതിലും മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി എന്നോട് പറഞ്ഞിരുന്നു സനത്കുമാരൻ. ദേവവര്യൻ എന്നൊക്കെയാണ് പറയണത്, എന്നാലും ദേവപ്രവരൻ എന്നാണ് പറയണത്. ദേവപ്രവരൻ എന്നുള്ളത് കൊണ്ട് സനത്കുമാരനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മുനീശ്വരൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അങ്ങ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതാണ് യഥാസ ദേവപ്രവര കഥയാമാസ ബുദ്ധിമാൻ. ബുദ്ധിമാനായിട്ടുള്ള ആ ദേവപ്രവരൻ വളരെ മുൻകൂട്ടി കാണാൻ, അതായത് വരാൻ പോണ ഒരു കാലത്തെ പറ്റിയിട്ട് ഇത്രയ്ക്കധികം പറയാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ബുദ്ധിമാൻ എന്ന് വിശേഷണം കൊടുത്തത്. അങ്ങനെയുള്ള ആ സനത്കുമാരൻ പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നു. അതായത് കഥ കഴിഞ്ഞിട്ടില്ല. ഋഷിശൃംഗനെ ലോമപാദൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു, മഴ പെയ്തു എന്നുള്ളത് കൊണ്ട് ആ കഥ തീർന്നിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് പറഞ്ഞത് ഞാനിതാ പറയാം, അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാലും. മേ വചനം ഹിതം വചനം ശൃണു. എന്താണ് പറഞ്ഞത്? ഇക്ഷ്വാകൂണാം കുലേ ജാതോ ഭവിഷ്യതി സുധാർമ്മിക നാംനാ ദശരഥോ രാജാ ശ്രീമാൻ സത്യപ്രതിശ്രവ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടായി സനത്കുമാരൻ. എന്തായിരുന്നു അത്? ഇക്ഷ്വാകൂണാം കുലേ, ഇക്ഷ്വാകുമാരുടെ കുലത്തിൽ. ഇക്ഷ്വാകു എന്ന് പറഞ്ഞാൽ രഘുവംശത്തിലെ മഹാനായിട്ടുള്ളൊരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ സുധാർമ്മിക ഭവിഷ്യതി ദശരഥോ നാംന രാജാ ജാത ഭവിഷ്യതി. ആ ഇക്ഷ്വാകു വംശത്തിൽ ദശരഥൻ എന്നു പേരുള്ള ഒരു രാജാവ്, ധാർമ്മികനായിട്ടുള്ള ഒരു രാജാവ്, ദശരഥൻ എന്ന പേരുള്ള ഒരു രാജാവ് വരാൻ പോകുന്നുണ്ട്, ജനിക്കാൻ പോകുന്നുണ്ട്. ജാതോ ഭവിഷ്യതി. ആ രാജാവ് എങ്ങനെയുള്ള ആളാണ്? ശ്രീമാനാണ്, സത്യപ്രതിശ്രവനാണ്, സത്യസന്ധനാണ്, സത്യത്തിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വച്ചവനാണ്, അല്ലെങ്കിൽ ജീവിതം ഒഴിഞ്ഞു വച്ചവനാണ്. അങ്ങനെയുള്ള ഒരു രാജാവ് ഇക്ഷ്വാകു കുലത്തിൽ ജനിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത. അതിനെ തുടർന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ എന്നോട് സനത്കുമാര ഋഷി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അംഗരാജേന സഖ്യം ച തസ്യ രാജ്ഞോ ഭവിഷ്യതി കന്യാചാസ്യ മഹാഭാഗാ ശാന്താ നാമ ഭവിഷ്യതി. ഈ ദശരഥ മഹാരാജാവിന് എന്തുണ്ടാവും? അംഗരാജേന സഖ്യം ച തസ്യ രാജ്ഞഃ അംഗരാജേന സഖ്യം ച ഭവിഷ്യതി. ഈ രാജാവിന്, അതായത് ദശരഥന്, അംഗരാജാവായിട്ടുള്ള ലോമപാദനുമായിട്ട് ഒരു സഖ്യമുണ്ടാവാനും സാധ്യതയുണ്ട്. ഭാവിയിലത്തെ കാര്യമാണല്ലോ, അതാണ് സഖ്യം ഭവിഷ്യതി, സഖ്യവും ഉണ്ടായി വരും. എന്നിട്ടോ കന്യാചാസ്യ മഹാഭാഗാ ശാന്ത നാമ ഭവിഷ്യതി. ദശരഥന് ഒരു കന്യക ഉണ്ടാവും. ആ കന്യകയുടെ പേരാണ്, ഒരു മകളുണ്ടാവും. ആ മകളുടെ പേരാണ് ശാന്ത എന്ന്. അസ്യ എന്നുള്ളത് കൊണ്ട് ദശരഥന് മഹാഭാഗ ശാന്ത നാമ കന്യാ ഭവിഷ്യതി. വളരെ ഗുണശാലിനിയായിട്ടുള്ള, നല്ല മിടുക്കത്തിയായ, പ്രൗഢയായിട്ടുള്ള ഒരു മകളും ജനിക്കും. ആ മകളുടെ പേരാണ് ശാന്ത എന്ന്. അതൊക്കെ വരാൻ പോണ കാര്യമാണ് കേട്ടോ. ശാന്ത നാമ മഹാഭാഗ കന്യാ ഭവിഷ്യതി. അതോടൊപ്പം പുത്രസ്തു അംഗസ്യ രാജ്ഞസ്തു ലോമപാദ ഇതി ശ്രുത തം സ രാജാ ദശരഥോ ഗമിഷ്യതി മഹായശാഹ. ശാന്ത എന്ന് പറഞ്ഞ മകള് ദശരഥന് ഉണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളതും കൂടി കൂട്ടി വായിക്കണം. ആ മകളെ ലോമപാദന് ദത്ത് കൊടുക്കുകയും ചെയ്യും എന്നുള്ളത്.
അതിവിടെ എവിടെയും പറഞ്ഞു കാണുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയുമോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ദശരഥൻ്റെ പുത്രിയായിട്ട് ശാന്ത ജനിക്കും. അംഗരാജാവിന് ലോമപാദൻ എന്ന പേരുള്ളൊരു പുത്രനും ജനിക്കും. അതായത് ഇപ്പം നമ്മൾ വർണ്ണിച്ച അംഗരാജ്യത്തിലെ രാജാവ് രോമപാദൻ്റെ അഥവാ ലോമപാദൻ്റെ അച്ഛനെ പറ്റിയിട്ടാണ്. ആ അച്ഛൻ്റെ കഥയാണ് പറഞ്ഞത്. പുത്ര തു അംഗസ്യ രാജ്ഞ പുത്ര രോമപാദ ഇതി ശ്രുത. അംഗരാജാവിന് രോമപാദൻ എന്നു പേരുള്ള വിശ്രുതനായിട്ടുള്ള ഒരു പുത്രനും ഉണ്ടാവും. തം സ രാജാ ദശരഥോ ഗമിഷ്യതി മഹായശാഹ. തം ആ രാജാവിൻ്റെ അടുത്തേക്ക്, അദ്ദേഹത്തെ സമീപിക്കും. ലോമപാദനെ ആര് സമീപിക്കും? രാജാ ദശരഥ മഹായശാഹ രാജാ ദശരഥ ഗമിഷ്യതി. മഹായശസ്വിയായിട്ടുള്ള രാജാവ് ദശരഥൻ ആ ലോമപാദനെ കാണാൻ പോകും. ഇതൊക്കെ വരാൻ പോണ കാര്യങ്ങളെ പറ്റി പറയാണ്. അങ്ങനെ ഒരു കാലത്ത് ദശരഥൻ എന്ത് ചെയ്യും? അംഗരാജാവായിട്ടുള്ള ലോമപാദനെ കാണാൻ പോകും. എന്തിനാണ് പോണത്? അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അനപത്യോസ്മി ധർമാത്മൻ ശാന്താ ഭർത്താ മമ ക്രതും ആഹരേതത്വയാജ്ഞപ്ത സന്താനാർത്ഥം കുലസ്യ ച. അവിടെ ചെന്നിട്ട് ദശരഥൻ എന്താ പറയുക? അനപത്യോസ്മി ധർമാത്മൻ, അല്ലയോ ധർമാത്മാവായിട്ടുള്ള മഹാരാജാവേ, ഞാൻ എങ്ങനെയുള്ള ആളാണ്? അനപത്യ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവനാണ്, സന്തതി സൗഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മമക്രതും, എൻ്റെ ഒരു യാഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാന്താഭർത്ത ആഹരേത, ശാന്താഭർത്താവിനെ അതായത് ഋഷ്യശൃംഗമുനിയെ എനിക്ക് എൻ്റെ കൂടെ പറഞ്ഞയക്കണം. ആഹരേത, എനിക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. യജ്ഞം നടത്താൻ എനിക്ക് ശാന്താഭർത്താവായിട്ടുള്ള ഋഷ്യശൃംഗനെ വേണമായിരുന്നു എന്നുള്ളത് ദശരഥൻ രാജാവിനോട്, ലോമപാദനോട് പോയിട്ട് പറയും. എന്നിട്ടോ ത്വയാ അജ്ഞപ്ത സന്താനാർത്ഥം കുലസ്യ ച, അങ്ങ് അനുഗ്രഹിച്ച് വിട്ടാലേ ഞാൻ ഈ ഋഷ്യശൃംഗനെ കൊണ്ടുപോവുള്ളൂ. അതാണ് ത്വയാ ആജ്ഞപ്ത ശാന്താഭർത്ത, അങ്ങയാൽ ആജ്ഞാപിച്ച് എൻ്റെ ഒപ്പം പറഞ്ഞയക്കപ്പെട്ടവനായിട്ടുള്ള ഋഷ്യശൃംഗനെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? സന്താനാർത്ഥം കുലസ്യ സന്താനാർത്ഥം ച, എൻ്റെ കുലത്തിൽ സന്താനങ്ങളില്ല, എനിക്ക് ശേഷം മക്കളുണ്ടായിട്ടില്ല. അപ്പോൾ പരമ്പര ആർക്കാണ് ഇനി, ആരിലൂടെയാണ് മുമ്പാക്കം പോവുക, ആർക്കാണ് ഞാൻ എൻ്റെ രാജ്യാവകാശം നൽകുക എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മക്കളില്ല. അങ്ങ് അനുഗ്രഹിക്കുകയാണ് എങ്കിൽ അങ്ങയുടെ മകളുടെ ഭർത്താവായിട്ടുള്ള ഋഷ്യശൃംഗനെ എനിക്കൊന്ന് യാഗം ചെയ്യാൻ കൊണ്ടുപോകണമായിരുന്നു എന്നുള്ള കാര്യം ദശരഥൻ അംഗരാജാവിനോട് പറയും. അതും ഭാവി കാലത്തിൽ ഉണ്ടാവാൻ പോണതാണ്. ആഹരേതത്വയാജ്ഞപ്ത സന്താനാർത്ഥം കുലസ്യ ച, കുലത്തിൽ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട്, സന്താനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യാൻ അങ്ങയുടെ ജാമാതാവായിട്ടുള്ള ഋഷ്യശൃംഗനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ എന്ന് അങ്ങനെ പറയും ദശരഥൻ. അപ്പോൾ എന്തുണ്ടാവും? 6ാമത്തെ ശ്ലോകം നോക്കാം. ശ്രുത്വാ രാജ്ഞോ തദ്വാക്യം മനസാ ച വിചിന്യ ച പ്രദാസ്യതേ പുത്രവന്തം ശാന്താ ഭർത്താരമാത്മവാൻ. തദ്വാക്യം ശ്രുത്വാ, ദശരഥൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട്, അതാണ് പറയണത് രാജ്ഞഃ തദ്വാക്യം ശ്രുത്വ, രാജാവായിട്ടുള്ള ദശരഥൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് മനസാച വിചിന്യ, മനസ്സുകൊണ്ട് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഋഷ്യശൃംഗനെ പറഞ്ഞയക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ലോമപാദൻ ഉള്ളാലെ ഒന്ന് ചിന്തിച്ചു. എന്നിട്ടോ ചെയ്തു എന്നല്ലല്ലോ പറയണത്, ചെയ്യും എന്നാണ്. പ്രദാസ്യതേ പുത്രവന്തം ശാന്താഭർത്താരം ആത്മവാൻ, ആത്മവാനായിട്ടുള്ള ആ ലോമപാദ മഹാരാജാവ്, അതായത് ആത്മവാൻ എന്നുള്ളത് കൊണ്ട് വളരെ ദൃഢനിശ്ചയമുള്ളവൻ, പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ അറിയുന്നവൻ എന്നൊക്കെ അർത്ഥം. ധൈര്യശാലിയായിട്ടുള്ള രാജാവ് എന്തു ചെയ്തു? പുത്രവന്തം ശാന്താഭർത്താരം പ്രദാസ്യതേ, എന്തു ചെയ്യും? പുത്രവാനായിട്ടുള്ള ശാന്താഭർത്താവിനെ, അതായത് ഋഷ്യശൃംഗനെ, ശാന്താജാനി എന്നൊരു വാക്കുണ്ട്. ശാന്താജായ യസ്യ സഹ ശാന്താജാനി, അതായത് ഋഷ്യശൃംഗൻ എന്ന് തന്നെ അർത്ഥം. രമാജാനി, ജാനകി ജാനി എന്നൊക്കെ പറയണത് പോലെ ശാന്താജാനി ഋഷ്യശൃംഗൻ.
എന്നർത്ഥം. ആ ഋഷ്യശൃംഖനെ പ്രദാസ്യത്തെ കൊടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഋഷ്യശൃംഖൻ കൊടുക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ സനത്കുമാരൻ പറഞ്ഞതാണ്. ദശരഥൻ വന്ന് ലോമപാദനോട് ചോദിക്കും, പുത്രന്മാരെ ഉണ്ടാക്കാൻ തക്കതായ യാഗം ചെയ്യാൻ കഴിവുള്ളവനായ ആ ഋഷ്യശൃംഖനെ, അതാണ് പുത്രവന്തം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. മക്കളുള്ള ഋഷ്യശൃംഖൻ എന്നല്ല. യഥാർത്ഥത്തിൽ സർവകാമങ്ങളും സാധിപ്പിക്കാൻ കഴിവുള്ളവനായ എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഋഷ്യശൃംഖൻ ഒരിക്കൽ ലോമപാദൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോഴേക്കും മഴ പെയ്തുല്ലോ. അതുപോലെ ഋഷ്യശൃംഖൻ്റെ സാന്നിധ്യം കൊണ്ട് രാജാവിന്, അതായത് ദശരഥ മഹാരാജാവിന് അവിടെ പുത്രന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവണം എന്ന് മോഹിച്ചു. ലോമപാദനും അത് തന്നെ ഇച്ഛിച്ചു. അതുകൊണ്ട് ആ യാഗാദി ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള, പുത്രന് തുല്യം തന്നെയാണ് രാമാതാവായിട്ടുള്ള ഋഷ്യശൃംഖനെ പറഞ്ഞയക്കുകയും ചെയ്തു. ദശരഥൻ്റെ ഒപ്പം പറഞ്ഞയക്കപ്പെടുകയും ചെയ്യും എന്നാണ് പറയണത്. എന്നിട്ടോ പ്രതിഗൃഹ്യ ച തം വിപ്രം സ രാജാ വിഗതജ്വര ആഹരിഷ്യതി തം യജ്ഞം പ്രഹൃഷ്ടേനാന്തരാത്മന. അങ്ങനെ ഋഷ്യശൃംഖനെ കിട്ടുമ്പോൾ ദശരഥൻ എന്ത് ചെയ്യും എന്നാണ് അന്ന് പറഞ്ഞു വച്ചത്. പ്രതിഗൃഹ്യ ച തം വിപ്രം സ രാജാ വിഗതജ്വര. തം വിപ്രം പ്രതിഗൃഹ്യ, ആ വിപ്രനെ, അതായത് ആ ഋഷ്യശൃംഖനെ കിട്ടുമ്പോൾ പ്രതിഗൃഹ്യ സ്വീകരിച്ചിട്ട്, വിഗതജ്വര സ രാജ, തൻ്റെ എല്ലാ ദുഃഖങ്ങളും പേടികളും, അതായത് മക്കളുണ്ടാവില്ലിരിക്കുമോ, തൻ്റെ പരമ്പര നിലനിൽക്കില്ലിരിക്കുമോ എന്നുള്ള പേടികളൊക്കെ രാജാവിനുണ്ടാവുമല്ലോ. ആ പേടികളൊക്കെ അകന്നവനായ, അതാണ് വിഗതജ്വര, എല്ലാ പേടികളും അകന്നവനായിട്ടുള്ള രാജാവ് ദശരഥൻ തം പ്രഹൃഷ്ടേന അന്തരാത്മന യജ്ഞം ആഹരിഷ്യതി. തം ഋഷികുമാരം, ആ ഋഷികുമാരനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് യാഗസ്ഥലത്തേക്ക്, പുത്രകാമേഷ്ടി ചെയ്യണം, അശ്വമേധം ചെയ്യണം എന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്, അവിടേക്ക് ദശരഥൻ ആ കുമാരനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും എന്ന് സനത്കുമാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിലുണ്ടായ വിചാരങ്ങളൊക്കെ പണ്ടേ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് എന്നാണ് സുമന്ത്രർ പറയണത്. വേഗം തന്നെ അശ്വമേധയാഗം നടത്തണം. അശ്വമേധയാഗം നടത്തിക്കുന്നതിന്, അതോടൊപ്പം പുത്രകാമേഷ്ടി നടത്തുന്നതിനൊക്കെ ഋഷ്യശൃംഖനെ ഗുരുവായിട്ട് വരിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യമേ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ചെയ്യേ വേണ്ടൂ എന്നുള്ളതാണ് സുമന്ത്രർ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഭൂയ ഏവ ഹി രാജേന്ദ്ര ശൃണുമേ വചനം ഹിതം യഥാ സദേവ പ്രവരഃ കഥയാമാസ ബുദ്ധിമാൻ ഇക്ഷ്വാകൂണാം കുലേ ജാതോ ഭവിഷ്യതി സുധാർമ്മിക നാംനാ ദശരഥോ രാജാ ശ്രീമാൻ സത്യപ്രതിശ്രവ അംഗരാജേന സഖ്യം ച തസ്യ രാജ്ഞോ ഭവിഷ്യതി കന്യാ ചാസ്യ മഹാഭാഗാ ശാന്താ നാമ ഭവിഷ്യതി പുത്രസ്തു അംഗസ്യ രാജ്ഞസ്തു രോമപാദ ഇതി ശ്രുതഃ തം സ രാജാ ദശരഥോ ഗമിഷ്യതി മഹായശാ അനപത്യോസ്മി ധർമാത്മൻ ശാന്താ ഭർത്താ മമ ക്രതും ആഹരേതത്വയാജ്ഞപ്ത സന്താനാർത്ഥം കുലസ്യ ച ശ്രുത്വാ രാജ്ഞോധ തദ്വാക്യം മനസാ ച വിചിന്യ ച പ്രദാസ്യതേ പുത്രവന്തം ശാന്താ ഭർത്താരമാത്മവാൻ പ്രതിഗൃഹ്യ ച തം വിപ്രം സ രാജാ വിഗതജ്വര ആഹരിഷ്യതി തം യജ്ഞം പ്രഹൃഷ്ടേനാന്തരാത്മന. ബാക്കി എന്തൊക്കെയാണ് ദശരഥൻ ചെയ്യാൻ പോണതെന്നുള്ളതൊക്കെ അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.